അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം. എന്തുകൊണ്ടെന്നാൽ അതിൽ അടിസ്ഥാനപരമായ ഒരു വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളൊക്കെ ഇപ്പോൾ പോക്സോ കേസിൻ്റെ കാലം അല്ലേ, ഒരു ഉസ്താദിനെ എങ്ങനെ പെടുത്താമെന്ന് അല്ലേ ശത്രുക്കൾക്ക് വിചാരിച്ചാലും കഴിയും, അതല്ലെങ്കിൽ തിരിച്ചും കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഒരു ഉസ്താദിനെ അല്ലേ നമ്മൾ കണ്ടു. തികച്ചും ഈ ഉസ്താദിനെ ഇത്തരത്തിൽ വരുത്തി തീർക്കുന്നതിന് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, യഥാർത്ഥത്തിൽ എൻ്റെ മഹലിലൊക്കെ നടക്കുന്ന കാര്യമാണോ? അപ്പം നമ്മളൊക്കെ അക്കാലത്ത് ഈ കമ്മിറ്റിയിൽ പറഞ്ഞാൽ പോലും കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത് പ്രധാനമായ വംശമഹിമയുടെ പേരിൽ അഥവാ കുലമഹിമയുടെ മാത്രം പേരിൽ ഈ പറയുന്ന മഹലിൻ്റെ ആധികാരിക സ്ഥാനങ്ങളിൽ അഥവാ എന്താ പറയുക അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണോ? മതപരമായി അവർക്ക് വിവരമില്ല, ബോധമില്ല, ഭയമില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൊണ്ടുവരുന്ന അധ്യാപകന്മാരെന്ന് പറഞ്ഞാൽ എവിടെന്നെങ്കിലും അലഞ്ഞു തിരിഞ്ഞ് വന്ന് ഞാൻ മദ്രസയിൽ നിൽക്കാം, പള്ളിയിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഇവർ തർക്കിക്കുന്നത് എത്രയാണ്? അവർ കുറഞ്ഞ പൈസ ഒരു 5000 ഉറുപ്പികയോ 6000 ഉറുപ്പികയോ കൊടുത്താലും ഒരാളെ കിട്ടുമല്ലോ എന്നത് മാത്രമാണ് ഈ ബോധമില്ലാത്ത കമ്മിറ്റി തീരുമാനിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാത്തിനും ഇഷ്ടം പോലെ പൈസയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മാത്രമല്ല പരിചിതരായിട്ടുള്ള അധ്യാപകന്മാർ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്, യഥാർത്ഥത്തിൽ യോഗ്യരായിട്ടുള്ള അധ്യാപകന്മാർ. മാത്രമല്ല അവരെ നിയോഗിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്കൊക്കെ അറിയാം, മനുഷ്യവികാരം എന്ന് പറയുന്നത് ഈ പറയുന്ന മദ്രസ പോലെ തന്നെയാണ് സ്കൂളിലും അല്ലേ, മനുഷ്യന്മാരാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോൾ വികാരമുണ്ടായി ഈ പറയുന്ന ലൈംഗിക ലീലകളിൽ അഥവാ വൈകൃതങ്ങളിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ മനുഷ്യരാണ്. മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന ഓരോ ദുഷിപ്പുകളാണ് സാഹചര്യം കിട്ടുമ്പോൾ. അപ്പോൾ അതിന് കർശനമായിട്ടുള്ള ഒരു സംവിധാനം ഉത്തരവാദിത്ത രീതിയിൽ മാത്രമേ ഒരു അധ്യാപകന് ഇന്നും പേടിയുണ്ട്. അധ്യാപകൻ്റെ പേരിൽ എന്തെങ്കിലും പോക്സോ കേസ് വന്നാൽ ആ അധ്യാപകന് പിന്നീട് ആ ജോലി വരെ നഷ്ടപ്പെടും. അപ്പോൾ അതൊരു പേടിയുണ്ട്. മദ്രസ പോലെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് അവർക്ക് പേടിയില്ല. അവർക്ക് ഇതേപോലെ തന്നെ വേറെ പള്ളികളിലും മദ്രസയിലും മഹലിലും ഒക്കെ ചെന്ന് അവർക്ക് വീണ്ടും ഈ അധ്യാപനത്തിന് വേണ്ടി ശ്രമിക്കാം. ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത്തരത്തിൽ പല ഘടകങ്ങളും ഈ പറയുന്ന ചീത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സംഭവിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ നാട്ടിൽ തന്നെ യഥാർത്ഥത്തിൽ നല്ല ഒരു ഒരു മദ്രസാധ്യാപകനും അദ്ദേഹം പള്ളിയിൽ ജീവനക്കാരനും കൂടെയാണ്. പക്ഷേ അദ്ദേഹം നീതിബോധത്തോടെ സംസാരിക്കും. അതിനെ തുടർന്ന് ആ മഹല്ല് കമ്മിറ്റിയുടെ പ്രമാണിമാർക്ക് അയാളെ രാക്കുരാമാനം പുറത്താക്കേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹത്തെ വഷളാക്കി പുറത്താക്കി. ആലോചിച്ച് നോക്കണം. അപ്പോൾ എന്നതുപോലെ തന്നെ ഇവർക്ക് വഴങ്ങുന്ന രീതിയിലുള്ള ഏതൊരു മഹലിലും ആ മഹലിൻ്റെ അധികാരികൾക്ക് ആ അധികാരികളെ സുഖിപ്പിച്ചും വിനയത്തോടെയും അല്ലേ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ആ പറയുന്ന ജീവനക്കാരെയാണ് ഈ പറയുന്ന പള്ളി മഹലിൻ്റെ അധികാരികൾക്കും ഇഷ്ടം. അതവരുടെ ക്വാളിറ്റി നോക്കുന്നില്ല. ഇനി അവരുടെ എന്നതുപോലെ തന്നെ നമുക്കൊക്കെ സാധാരണ രീതിയിൽ ഇഷ്ടം പോലെ ഇന്ന് മഹല്ലുകളിൽ പണമുണ്ട്. ആ പണം ന്യായമായ രീതിയിൽ ചെലവ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മദ്രസയിൽ CCTV അത് കൃത്യമായി പ്രവർത്തിപ്പിക്കുക, അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ തോന്നിവാസികളായിട്ടുള്ള അധ്യാപകന്മാരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന CCTV ഓഫ് ചെയ്തുകൊണ്ട് അവർക്കിത് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ശിക്ഷാവിധികൾ ഈ ഈ അധ്യാപകന്മാർ ഈ കുട്ടികളിലേക്ക്, ചില കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ പഠിക്കാൻ വളരെ അലസരായി അല്ലേ, വളരെ ക്ലാസ്സിൽ തന്നെ വന്നാൽ വലിയ വികൃതികളായി അങ്ങനെ തുടർന്ന കുട്ടികളെ യഥാർത്ഥത്തിൽ അധ്യാപകന്മാർ അല്ലെങ്കിൽ ഉസ്താദന്മാർ പണ്ട് കാലത്തും ഒന്ന് പേടിപ്പിക്കും, അല്ലെങ്കിൽ ഒരു പിച്ചു കൊടുക്കും, ഒരു നുള്ളു കൊടുക്കും. അതുമാത്രം മതി. ഒരു പെൺകുട്ടിയായി പോയാൽ ആ പെൺകുട്ടി ചെന്ന് അവരുടെ രക്ഷിതാക്കളോട് പറഞ്ഞ് അല്ലേ രായ്മാനം ഈ പറയുന്ന ഉസ്താദിനെ ഓടിപ്പിച്ച് വിടാറുണ്ട്, വഷളാക്കാറുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ തൻ്റെ പരിചിതമല്ലാത്ത രീതിയിലുള്ള അധ്യാപകന്മാർ മദ്രസയിൽ ഒരിക്കലും ഈ കുട്ടികൾക്ക് അധ്യാപകന്മാരായി വരാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണം നമുക്കൊക്കെ അറിയാം, വിദേശ രാജ്യങ്ങളിലും ഈ മദ്രസ മണിക്കൂറുകളോളം പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, അസമയത്ത് പോലും രാത്രി പോലും പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ നടക്കാത്തത്? അവിടെ കർശനമായിട്ടുള്ള ഒരു നിയമമുണ്ട്.
ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വല്ലതും ഒരു പരാതിയായിട്ട് വന്നാൽ അയാൾക്ക് അതിൻ്റെ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് തന്നെ ലഭിക്കും. അപ്പോൾ ആ നിയമപരമായ ഒരു എന്താ പറയുക, ഒരു കഠിനമായിട്ടുള്ള ഒരു ശക്തിമത്തായ നിയമം നിലനിൽക്കുന്നുണ്ട്. ആ നിയമം നമ്മുടെ നാടുകളിലില്ല. പ്രധാനമായും 2 കാരണങ്ങളാണ്. നിയമത്തിൻ്റെ കർശനമില്ലായ്മ ഇത്തരത്തിലുള്ള വികാരജീവികളെ, അവരുടെ ദുർവികാരങ്ങളെ ഇളക്കിവിടും. നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പല കാര്യങ്ങളുമാണ് അത് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ചെറിയ ചെറിയ കുറച്ച് മുതിർന്ന പെൺകുട്ടികളോട് എന്താ പറയുക കൂടുതൽ എന്താ പറയുക ലീല വിലാസങ്ങളോടെ ഇടപെടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ CCTV കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ CCTVയിൽ നമുക്ക് കാണാൻ കഴിയും. ആലോചിച്ചു. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ ഓരോ കമ്മിറ്റികളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉസ്താദിനെ ന്യായം പറഞ്ഞു എന്ന കാരണത്താൽ മഹലിൽ നിന്ന് മഹല് യോഗം ചേർന്ന് ആ അധ്യാപകനെ രായ്ക്കുരായ്മാനം പുറത്താക്കി വിട്ടത് എൻ്റെ അനുഭവത്തിലുണ്ട്. ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ 2 ഉസ്താദന്മാരെ മോശമായ രീതിയിൽ അഥവാ കഞ്ചാവ് ഉപയോഗിച്ചത് പരസ്യമായപ്പോൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എന്തോ വൃത്തികേടുകൾ പുറത്തായപ്പോൾ അവർ 2 പേർക്കും ഈ മഹലിൽ അവരെ സുഖി എന്ന് പറഞ്ഞാൽ അവർ അങ്ങനൊന്നും ചെയ്യൂല, അവർ അത്തരക്കാരൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെളുപ്പിച്ച് നിലനിർത്താൻ ശ്രമിച്ചതിനു ശേഷം നാടിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ചെറുപ്പക്കാർ ശക്തിമത്തായി രംഗത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നീട് അവരെ പിരിച്ചുവിട്ടതും. അപ്പോൾ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും യഥാർത്ഥത്തിൽ ഓരോ മഹലിലും എന്താ പറയുക കർശനമായ ദൈവഭക്തന്മാരായ ആളുകൾ ഇതിൻ്റെ തലപ്പത്ത് വരികയും അതിനെ സംബന്ധിച്ച് അത് തടസ്സപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹൽ അധികാരികളാകുന്നത് വിവരമുള്ളവരോ ദൈവീക ഭവനത്തോട് പ്രതിബദ്ധതയുള്ളവരോ അല്ല. ആലോചിച്ച് നോക്കണം. ഇന്നമാ യഹ്മുറു മസാജിദ് അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നോക്കണം, പരലോകത്തിൽ അടിസ്ഥാന വിശ്വാസമുള്ള ആളുകളായിരിക്കണം ഇതിൻ്റെ തലപ്പത്ത് നിയോഗിക്കപ്പെടേണ്ടത്. നോക്കുക, അങ്ങനെ വന്നില്ലെങ്കിൽ എന്താണ്, അള്ളാഹുവിനെ ഭയപ്പെടാത്ത, സൂക്ഷ്മതയില്ലാത്ത, സാമ്പത്തിക ഭദ്രതയുടെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ക്വാളിറ്റിയുടെ പേരിലൊക്കെ മഹലിൻ്റെ അധികാരങ്ങളിൽ മഹലിൻ്റെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്ന ആളുകൾ ഇത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുക എന്നത് യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രീതിയിലുള്ള ചീത്ത പ്രവർത്തനങ്ങൾ, ദുഷിപ്പുകൾ ആലോചിച്ച് നോക്കുമോ. പിന്നെ മാത്രമല്ല, അധ്യാപകന്മാർ ചില തോന്നിവാസങ്ങൾ ചെയ്താൽ എന്ന് പ്രകടമായി തെളിഞ്ഞാൽ പോലും ഈ കമ്മിറ്റിക്കാരോട് വിധേയത്വമുള്ള ഒരു ജീവനക്കാരനാണ് എങ്കിൽ ആലോചിച്ച് നോക്കൂ, അയാൾക്കെതിരെ പോലീസ് പരാതിയോ ഒന്നും കൊടുക്കാതെ ആ മഹലിൽ തന്നെ ഒതുക്കി തീർത്ത് പറഞ്ഞയക്കുന്ന പതിവും മിക്ക മഹലിലും ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഈ പറയുന്ന മദ്രസയിൽ തീർച്ചയായിട്ടും മാന്യമായ രീതിയിൽ ചീത്തപ്പേരില്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാനും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഈ പറയുന്ന മദ്രസയിൽ നിന്ന് വീണ് കിട്ടിയാൽ അത് മുഴുവനും ഏറ്റിപ്പിടിച്ച് കൊണ്ടു നടക്കുന്ന സംഘികളുടെയും മുസംഘികളുടെയും കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ കമ്മിറ്റിയും ജാഗരൂകരാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.